അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ അയ്യപ്പോ സ്വാമിയെ സ്വാമി. ശരണമയ്യപ്പോ. എത്ര രൂപയായി? 20 രൂപ. മീറ്റർ 10 രൂപയല്ലേ ആയുള്ളൂ? ബാക്കി 10 രൂപ സ്റ്റാൻഡിൽ നിന്ന് ഇവിടെ വരെ നിർത്താൻ ശരണം വിളിച്ചില്ലേ സാറേ, അതിന്റെയാ. അയ്യോ സ്വാമിയേ ശരണമയ്യപ്പോ. ഇനി താൻ വിളിക്കണ്ട. ഓ ശബരിമല തന്നെ ഇയാളെ വിളിക്കാത്ത ഭാഗ്യം. ഇതെന്ത് കോലം! പന്തളത്തി എന്നപ്പോ തോന്നി രാജകുമാരനൊന്ന് കാണണം. ശരണമയ്യപ്പ. പോയി കണ്ടു തിരിച്ചു വരുന്ന വഴിയാണ്. നന്നായി അമ്പലത്തിലൊക്കെ പോകാൻ തോന്നിയത്. ഇനി പുതിയ പാപങ്ങളൊക്കെ ചെയ്യാലോ. ശരണമയ്യപ്പ വേണ്ടി വരും. സഹവാസം ഇയാളുടെ കൂടെ ആവുമ്പോ വേണ്ടി വരും. ശരണമയ്യപ്പ. സംസർഗ ഗുണ ദോഷ. ഞാൻ പോയി വയറിറച്ചോല്ലോ കഴിക്കട്ടെ. നടക്കട്ടെ നടക്കട്ടെ, ജീവിത ലക്ഷ്യം നടക്കട്ടെ. ഒരു താങ്ങ് താങ്ങി. സ്വാമിയേ ശരണമയ്യപ്പ. ഇപ്പൊ വന്നതേ ഉള്ളൂ. അരവണ, അപ്പാച്ചിമേട്ടിലെ അപ്പം, കല്ലിടാങ്കുന്നിലെ കല്ല്. ഇത് ചവച്ച് ചവച്ച് തിന്ന്. കളിച്ചോണ്ടിരിക്കാതെ ഇരുന്ന് പഠിക്കേ. ഒന്ന് മാറിക്കേ. ആരാത്? പഠിക്കാൻ പറഞ്ഞിരിക്ക. ആരാത്? ഏത്? അകത്ത് നിൽക്കുന്ന പുതിയൊരെണ്ണം. അതിവിടെ പുതിയതായിട്ട് ജോലിക്ക് വന്ന. ജോലിക്ക് വന്നാണോ? അപ്പൊ സുലുവിന്റെ ചാൻസ് പോയോ? എന്താ അവിടെ പറഞ്ഞ ജോലിക്കാരിയാണല്ലേ? അയ്യോ പാവം കുട്ടി. എന്താ നിന്റെ നെയിം ബോർഡ്? പേരെന്താന്ന്? ആനെ. നിന്റെ സ്റ്റാൻഡ് നോക്കി പേടിപ്പിക്കണ്ട. സ്ഥലമേതെന്ന് ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ഞാൻ ഇവിടുത്തെ ഒരു അംഗത്തെ പോലെയാ. അങ്ങത്തെ പോലെയല്ലേ ഉള്ളൂ, അങ്ങൊന്നല്ലോ. ഈ നിലയ്ക്കാണെങ്കിൽ ഇവിടെ അംഗമാവും. ഇതിനു മുമ്പ് നീ എവിടെ നിന്നിട്ടുണ്ട്? ഞാൻ എങ്ങും നിന്നിട്ടില്ല. എങ്ങനെ നിർത്തും? കണ്ടപ്പോഴേ തോന്നിയ ഒരു കള്ള ലക്ഷണം. നിനക്ക് പാചകം പഠിക്കാനുള്ള ഗിനി പന്നികൾ ആരും ഇവിടെ ഇല്ല. ഇപ്പൊ വന്നല്ലോ ഒരെണ്ണം. എന്താ പറഞ്ഞ? ഇത് വലിയ ശല്യായല്ലോ. രണ്ടിലൊന്നും അറിഞ്ഞിട്ട് എന്റെ കാര്യം. അതെ, ഇയാൾ ഇവിടുന്ന് ഒന്ന് പറഞ്ഞു വിടാവോ? ബെന്നി, ഞാൻ ഇവളിവിടെ ചേർന്ന് പോവില്ല. ഉടനെ കാന്താരി ഇവിടുന്ന് പറഞ്ഞു വിടണം. ഇയാൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. ഇവളിവിടെ ഉണ്ട്, ഞാൻ ഇവിടെ നിൽക്കണ്ട. ഇപ്പൊ തന്നെ ഇറങ്ങി പോയിക്കോ. ബെന്നി, തൃപ്തിയായല്ലോ. ആർക്ക്? എന്തായി കുട്ടി ഇങ്ങനെ? ഒരു തമാശ പറഞ്ഞ മനസ്സിലാക്കില്ലെന്ന് വെച്ചാൽ മോളെ കുട്ടി ഹാനി. അതെ, നിങ്ങളുടെ ചാച്ചന്റെ മുഖം എന്താ എപ്പോഴും? ഈയിടെ ചാച്ചൻ അല്പം ചൂട് കൂടുതലാ ചേച്ചി. അപ്പോ നമുക്ക് ആ ചൂടിനെ തണുപ്പിച്ചെടുക്കണ്ടേ? അതെങ്ങനെ? പാപ്പാ, സർ. വേണ്ട സർ, ഞാനിവിടെ നിന്നോളാം. ഇരിക്കടോ. എനിക്ക് തരാനുള്ള പണത്തിന്റെ കാര്യം എന്തായി? അതിന്റെ പൊസിഷൻ? അത് 6 മാസത്തെ. 6 മാസമല്ല, 6 വർഷം കഴിഞ്ഞാലും തനിക്കത് തന്നു തീർക്കാൻ പറ്റുമോ? താൻ ടെൻഷൻ അടിക്കണ്ട. ബെന്നിക്കറിയാലോ, എനിക്കാണും പെണ്ണുമായിട്ട് അവൾ ഒന്നേ ഉള്ളൂ. ബെന്നിക്ക് ബന്ധുക്കൾ എന്ന് പറയാൻ മറ്റാരുമില്ലല്ലോ. അല്ല, അത് പിന്നെ ഞാൻ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ഡീറ്റെയിൽ ചെയ്യാം. ഓക്കെ? ഹലോ. കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. വൈകിട്ട് കാണാം. ഓക്കെ. അവറാച്ചൻ ഇക്കാര്യം സമ്മതിച്ചെന്നെ നിന്റെ ഭാഗ്യമാണെന്ന് കരുതിയാ. ഭാഗ്യം? ഇതിലും ഭേദം തൂങ്ങിച്ചാവുന്ന. അതൊക്കെ നിന്റെ തോന്നലാ. കാശുള്ള തന്തയ്ക്ക് ജനിച്ചു പോയതിന്റെ അല്പസ്വല്പ ഏനക്കേടുള്ളൊക്കെ. പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട. കല്യാണം കഴിയുമ്പോ ഒക്കെ മാറിക്കോളും. അച്ഛൻ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? എടാ, അച്ഛൻ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അയ്യോ, ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. നാൻസിയും കുട്ടികളും നമ്മൾ ചേർന്ന് പോകുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? അതൊക്കെ അങ്ങ് ചേർന്ന് വെക്കോളും. നിന്റെ ബാധ്യതകളെ കുറിച്ച് ആലോചിക്കണ്ടേ? അതൊക്കെ ശരിയാ, പക്ഷേ ഒരു പക്ഷേയില്ല. നിന്റെ അപ്പന്റെ സ്ഥാനത്തുനിന്ന് ഞാനിത് പറയുന്നു വെച്ചു. എന്റെ മേരിക്കുട്ടി, നിനക്ക് വിശ്വാസം ആയാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. ഇതുവരെ ബെന്നി എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല. നാളെ ഞാൻ ഈ ഒളിച്ചുകളി അവസാനിപ്പിക്കാൻ പോവാ. നാളെ ബെന്നിയുടെ ബർത്ത്ഡേയാ. ജനുവരി 14.
ഞാൻ എല്ലാം ബെന്നിയോട് പറയും. കുറെ വർഷങ്ങളായിട്ട് ഞാൻ കാത്തിരിക്കുന്നതല്ലേ, എല്ലാം നാളെ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന് ഓർക്കുമ്പോ മേരിക്കുട്ടി ഭയങ്കര ത്രില്ലിലാണ് ഞാനിപ്പോ. ഓക്കെ, സീ യു. ഏതായാലും പുതിയ ചേച്ചിയെ കൂട്ടിന് കിട്ടിയ ശേഷം പള്ളിയിൽ വരണമെന്നും പ്രാർത്ഥിക്കണമെന്നൊക്കെ തോന്നി തുടങ്ങിയല്ലോ. സന്തോഷമായി. ഫാദർ, ഇന്നൊരു വിശേഷ ദിവസാ, അതുകൊണ്ടാ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നത്. എന്ത് വിശേഷം? ഇന്ന് ചാച്ചന്റെ ഹാപ്പി ബർത്ത്ഡേ ആണോ? എന്നിട്ട് ബർത്ത്ഡേക്കാരൻ എവിടെ? ചാച്ചനെ ഈ കാര്യം മറന്നിരിക്കുക. ആഹാ, അത് കൊള്ളാം. എന്നിട്ട് നിങ്ങൾ ചാച്ചനെ ഓർമ്മിപ്പിച്ചില്ലേ? പറയണം, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഞങ്ങൾ എല്ലാ പരിപാടിയും രഹസ്യമാക്കി വെച്ചിരിക്കുക. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം പൊട്ടിക്കാൻ. ഓ, അങ്ങനെ എങ്കിൽ നമുക്ക് ഈ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കണം. നിങ്ങൾ വിട്ടോ, ഞാൻ പറയാൻ വന്നേക്കാം. എത്തിയോ? ശരിക്കും പ്രാർത്ഥിച്ചോ? എന്തൊക്കെയാ പ്രാർത്ഥിച്ചേ? ചാച്ചന് നല്ല ബുദ്ധി തോന്നണേന്ന്. അതെ, പപ്പയ്ക്കും മമ്മിക്കും മെഴുകുതിരി കത്തിച്ചോ? കത്തിച്ചു. പള്ളിയിലെ ഫാദറിനെ കണ്ടോ? കണ്ടു. എന്നിട്ട് ഫാദർ എന്ത് പറഞ്ഞു? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ചാച്ചൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. Oh my God, January 14. Thank you. ഞാൻ ഈ ദിവസം അങ്ങ് മറന്നിരിക്കായിരുന്നു. നിങ്ങൾ എങ്ങനെ ഇത് ഓർത്തേ? ഞങ്ങൾ ഓർത്തില്ല, ചേച്ചിയാ ഞങ്ങളെ ഓർമ്മിപ്പിച്ചേ. എങ്ങനെ അറിഞ്ഞു? അത് ഞാൻ അല്ല, എന്താ ഇവിടെ ഒരു സഭ കൂടൽ? ഹായ്, കേക്ക്. ഹാപ്പി ബർത്ത്ഡേ. ഹായ്, എന്റെ ബർത്ത്ഡേ ഇന്നല്ല, ഉത്രാളിക്കാവിലെ വെടിക്കെട്ടിനെന്നാ. ഇന്ന് ചാച്ചന്റെ ബർത്ത്ഡേയാ. ആണോ? ഹാപ്പി ബർത്ത്ഡേ ബെന്നി. Thank you. കേക്ക് മുറിക്ക് ചാച്ചാ. കട്ട് ചെയ്തോളൂ. ചാച്ചാ, ഒരു മിനിറ്റ്. ഹാപ്പി ബർത്ത്ഡേ ബെന്നി. താങ്ക് യു. എടാ ബെന്നി, ഞങ്ങളെ ആരെ അറിയിക്കാതെ രഹസ്യമായിട്ട് അങ്ങ് ആഘോഷിക്കാമെന്ന് വിചാരിച്ചല്ലേ? നടപ്പില്ല മോനെ, അല്ലേ മോളെ? കാര്യങ്ങളിന്റെ അധികം നീട്ടിക്കൊണ്ടു പോണോ? എന്താച്ചോ? എന്തിന്? ഇവിടെ ഇപ്പൊ എല്ലാരും ഉണ്ടല്ലോ. അവിടെ നിന്നൊരു ഡേറ്റ് അങ്ങോട്ട് തീരുമാനിച്ചോ? എങ്കിൽ ശരി, നെക്സ്റ്റ് സൺഡേ. എന്താ പിന്നെ? അപ്പൊ മക്കളെ, നിങ്ങളുടെ ചാച്ചന്റെയും ഈ നിൽക്കുന്ന നാൻസി ചേച്ചിയുടെയും മനസമ്മതം അടുത്ത ഞായറാഴ്ച വലിയ പള്ളി വെച്ച് ഫാദർ ഡൊമിനിക് കൊട്ടാരത്തിന്റെ കാർമ്മികത്വത്തിൽ നടത്തുന്നതാണ്.